നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മത്സര പരീക്ഷയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറുന്നു മലയാളം. അപ്പോൾ നമുക്ക് 2025 കേരള PSC ചോദിച്ച ഒരു ചോദ്യത്തെ വളരെ പെട്ടെന്ന് പരിചയപ്പെടാം. നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത് എന്നുള്ളതാണ്. നോക്കുക. ഓപ്ഷൻ എ തന്നിരുന്നത് മിടുക്കന്മാർ എന്നാണ്. ഓപ്ഷൻ ബി തന്നിരുന്നത് പുരുഷന്മാർ എന്നാണ്. ഓപ്ഷൻ സി തന്നിരുന്നത് അധ്യാപകന്മാർ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി തന്നിരുന്നത് സ്വാമികൾ എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായി വരുന്നത്? അപ്പൊ നമുക്കറിയാം പൂജക ബഹുവചനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനത്തെ സൂചിപ്പിക്കാൻ ഏകവചനത്തോടൊപ്പം ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. നമ്മൾ കേട്ടിട്ടുണ്ട്, ബഹുമാനത്തെ സൂചിപ്പിക്കാൻ ഏകവചനത്തോടൊപ്പം ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടുന്നു. സ്വാമികൾ. നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ഇങ്ങനെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാമികൾ എന്നുള്ളത് പൂജക ബഹുവചനമായി മാറുന്നു. ഏകവചനം എന്ന് പറഞ്ഞാൽ നാമം ഒന്നിനെ കാണിക്കുന്നതാണ് ഏകവചനം. നാമം ഒന്നിനെ കാണിക്കുന്നതാണ് ഏകവചനം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, ബഹുമാനത്തെ കാണിക്കാൻ ഏകവചനത്തോടൊപ്പം ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. അപ്പൊ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ ഒരാളാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അപ്പൊ സ്വാമികൾ എന്നുള്ളിടത്ത് കൾ എന്നുള്ള ബഹുവചന പ്രത്യയം ചേർക്കുന്നു. അപ്പോൾ സ്വാമികൾ, ഗുരുക്കൾ, അവർകൾ, ജ്യോത്സ്യർ, വൈദ്യർ, ശാസ്ത്രികൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, താങ്കൾ, നിങ്ങൾ, ഭീഷ്മർ, ദ്രോണർ, പത്രാധിപർ, മാരാർ, ഗുരുപാദർ, ആചാര്യർ, ഭാഗവതർ. അപ്പൊ ഇതൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായി വരുന്ന പദങ്ങൾ ഒരിക്കൽ കൂടി: സ്വാമികൾ, ഗുരുക്കൾ, അവർകൾ, ജ്യോത്സ്യർ, വൈദ്യർ, ശാസ്ത്രികൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, താങ്കൾ, നിങ്ങൾ, ഭീഷ്മർ, ദ്രോണർ, പത്രാധിപർ, ഗുരുപാദർ, ആചാര്യർ, ഭാഗവതർ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനമായി വരുന്ന പദമേത് എന്ന്. അപ്പൊ നമുക്ക് ഉത്തരം മനസ്സിലായി, സ്വാമികൾ എന്നുള്ളതാണ്. PSC ഇതുവരെ ചോദിച്ചതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും ഇനിയും വരാൻ സാധ്യതയുള്ള ഉദാഹരണങ്ങളുമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീണ്ടും ചോദ്യം ആവർത്തിക്കപ്പെട്ടു, താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത് എന്ന്. അവിടെ ഉത്തരമായി കാണിച്ചിരുന്നത് മാരാർ എന്നായിരുന്നു. വീണ്ടും ചോദ്യം ആവർത്തിക്കപ്പെട്ടു, പൂജക ബഹുവചനമായി വരുന്ന പദമേത് എന്ന്. അവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് താങ്കൾ എന്നായിരുന്നു. വീണ്ടും ആവർത്തിക്കപ്പെട്ടു, അവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ഗുരുക്കൾ എന്നായിരുന്നു. ഇനി 2025 നമ്മളോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയം. ഏത് ബഹുവചനത്തിന്റെ പ്രത്യയമാണ് എന്ന് ചോദിച്ചാൽ പൂജക ബഹുവചനത്തിന്റെ പ്രത്യയമാണ്. മാരാർ എന്ന് പറയുന്നത് ഏകവചനമാണ്. എന്നുള്ളത് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയമാണ്. അപ്പോ എന്താണ് പൂജക ബഹുവചനം എന്നാണ് നമ്മൾ പഠിച്ചത്. ബഹുമാനത്തെ സൂചിപ്പിക്കാൻ ഏകവചനത്തോടൊപ്പം ബഹുവചന പ്രത്യയം ചേർക്കുന്നത് പൂജക ബഹുവചനം. സ്വാമികൾ, ഗുരുക്കൾ, അവർകൾ, ജ്യോത്സ്യർ, വൈദ്യർ, ശാസ്ത്രികൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, താങ്കൾ, നിങ്ങൾ, ഭീഷ്മർ, പത്രാധിപർ, മാരാർ, ഗുരുപാദർ, ആചാര്യർ, ഭാഗവതർ. ഇങ്ങനെ വളരെ പെട്ടെന്ന് മാർക്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി ഇനിയും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ എത്തുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ആശീർവാദ് എന്നും നിങ്ങളോടൊപ്പം തന്നെ. നിങ്ങളുടെ ഇഷ്ടജോലി സ്വന്തമാക്കാൻ എന്നും നിങ്ങളുടെ കൂടെ ആശീർവാദ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വിവിധ മത്സര പരീക്ഷകളിലേക്കുള്ള CPO, LPUP, LDC, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇങ്ങനെ വിവിധ മത്സര പരീക്ഷകളിലേക്കുള്ള പരിശീലനം ഇവിടെ ലഭ്യമാണ്.
അടുത്ത സർക്കാർ ജോലി നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അഡ്മിഷൻ ആരംഭിക്കുന്നു. നന്ദി, നമസ്കാരം.